ഈ യോഗത്തിൽ എത്തിച്ചേർന്ന തറവാടിൻ്റെ കോയ്മ ശ്രീ കുഞ്ഞിരാമൻ നായർ, അതുപോലെ നമ്മൾ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ശ്രീ രാജൻ മടത്തനാട്ട്, അതുപോലെ വാർഡ് മെമ്പർ ശ്രീ രതീഷ് കുണ്ടറ, കഴകം പ്രസിഡന്റ് ശ്രീ പെരിയാങ്കോട്ട് കഴകം പ്രസിഡന്റ് ശ്രീ ശ്രീനിവാസ്, ഇല്ലാതിരിക്കുന്ന ഘട്ടത്തിൽ അവിടെ ഒരു പുരുഷൻ ജനിക്കുകയും ആ ആചാരങ്ങൾ വാങ്ങി കുറുപ്പിന്റെ അവകാശങ്ങൾ വാങ്ങി അവിടെ തെയ്യം നടത്താറുണ്ട്. കലശകാലങ്ങളിൽ അവിടെ കുറെ നാളുകളെ നയിച്ചിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു. അത് ചെറുക്കർ കൂല വന്ന് കൊണ്ടുവന്ന് അവിടെ വന്ന് വന്നതിന് ശേഷം അവിടുത്തെ തമ്പുരാൻ നീലീശ്വരൻ കോവിലകത്ത് വാദിച്ചത് ആ വീടിന്റെ മുമ്പ് മരമാണ് ആ കേസിന്റെ സങ്കല്പത്തിന് കാരണം. അവിടെ മൂലക്കോത്ത് തറവാട് പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിൻ്റെ വിപുലമായ ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ തറവാട് മൂലക്കോത്ത് തറവാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വിവിധ പ്രദേശങ്ങളിൽ നിന്നും കൂടുന്ന ഒരു തറവാടാണ് മൂലക്കോത്ത് തറവാട്. തറവാടിൻ്റെ മഹിമയും അതിൻ്റെ മുൻകാലങ്ങളിലുള്ള പ്രവർത്തനങ്ങളെയും കുറിച്ച് ഉദ്ഘാടകൻ ഇവിടെ വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കുകയുണ്ടായി. ഒരു കലശാട്ടം നടത്തുന്നതിനോടനുബന്ധിച്ച് തന്നെ അത് വിജയകരമായി തീർക്കണമെന്ന് എങ്കിൽ വിപുലമായ ആഘോഷ കമ്മിറ്റി നടത്തിയാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ പഞ്ചായത്തിൽ തറവാടുകളും അമ്പലങ്ങളിലും ഒരുപാട് ഉള്ള ഒരു പഞ്ചായത്താണ് നമ്മുടെ മടിക്കൈ പഞ്ചായത്ത്. നമുക്ക് അടുത്തുള്ളതിനെ പെരിയാങ്കോട്ട്, തലയത്ത് തറവാട്, അതുപോലെ തന്നെ മൂലക്കോത്ത്, ഇങ്ങനെ ഇപ്പോൾ അടുത്ത് തെയ്യംകെട്ട് നടക്കുന്ന ഓർക്കോൽ തറവാട്, ഇങ്ങനെ ഒരുപാട് തറവാടുകൾ ഉള്ളൊരു നാടാണ് നമ്മുടെ മടിക്കൈ. അപ്പോൾ വരുന്ന മാർച്ച് 5, 6, 7, 8 തീയതികളിൽ നടക്കുന്ന ഈ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിൽ വൻ വിജയകരമായി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഈ ആഘോഷ കമ്മിറ്റി രൂപീകരണത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ തറവാടായി വളരെ ചെറുപ്പം മുതൽ വളരെ അടുത്ത ബന്ധമുള്ള ഒരു ആളാണ്
വളരെ ചെറുപ്പം മുതൽ ഇവിടെ എന്ത് പരിപാടി ഉണ്ടായാലും എല്ലാ പരിപാടികൾക്കും നമ്മൾ വരലുണ്ട്, എല്ലാ പരിപാടിയിലും പങ്കെടുക്കലുണ്ട്. അപ്പോൾ ഈ തറവാട് ഇത്ര ഗംഭീരമായി പുനഃപ്രതിഷ്ഠ നടത്താനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുമ്പോൾ അതിന് എല്ലാവിധ ആശംസകളും നമ്മൾ പെരിയാങ്കോട്ട ഭഗവതി ക്ഷേത്രത്തിൻ്റെ വകയിലും നമ്മളെ ഈ പ്രദേശത്തിൻ്റെ വകയുള്ള എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഇത് വിജയിയായ തറവാടുകളിലൊന്നായ മൂലക്കൊത്ത് തറവാടിൻ്റെ പുനഃപ്രതിഷ്ഠ ബ്രഹ്മ കലശ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഘാടക സമിതി രൂപീകരണ യോഗമാണ് ഇവിടെ നടക്കുന്നത്. എനിക്ക് മുമ്പ് സംസാരിച്ചവർ സൂചിപ്പിച്ചതുപോലെ തറവാടുകളിലും മറ്റ് ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇതുപോലുള്ള ഒത്തുചേരലുകൾ, ആ ഒത്തുചേരലുകൾ ജാതിയുടെയോ മതത്തിൻ്റെയോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള അതിർവരമ്പുകളും ഇല്ലാത്ത നിലയിൽ എല്ലാവരും ഒന്നാണെന്ന മനസ്സോടുകൂടി ഒത്തുചേരാനുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഇത്തരം മഹനീയമായ ചടങ്ങുകളുടെ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ആ നിലയിൽ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഇന്ന് രാജ്യത്തിനകത്ത് ഒരുപാട് നാം ആഗ്രഹിക്കാത്ത കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലും പരസ്പരം അറിയാത്ത ആളുകൾ എന്നുള്ള നിലയിൽ ഇപ്പം മടത്തനാട്ട് സൂചിപ്പിച്ചതുപോലെ എവിടെയോ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു തറവാട് എന്നുള്ള രീതിയിൽ ആ സ്ഥാനത്തേക്ക് എത്തിച്ചേരുമ്പോൾ ഒരുപാട് പരിചിത മുഖങ്ങൾ പല സ്ഥലങ്ങളിലും കാണാൻ വേണ്ടി കഴിയുന്നു, അല്ലെങ്കിൽ ആ ഒരു ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി കഴിയുന്നു എന്ന നിലയിലേക്ക് ഒരു ഒത്തുചേരൽ എന്ന നിലയിൽ ഇത്തരം ഒത്തുചേരലുകളെ കാണാനും അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ ആവശ്യമായിട്ടുള്ള നല്ല മുന്നോട്ട് പോക്കിന് തുടക്കം കുറിക്കുമെങ്കിൽ അത്തരം ഒത്തുചേരലുകൾ നല്ലതിനു വേണ്ടി ആകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടുള്ള സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. പ്രൗഢിയെക്കുറിച്ചും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അതിവിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഉദ്ഘാടകൻ. ഇത്തരമൊരു തറവാട് ഇതിൻ്റെ പണി തന്നെ കാണുന്നുണ്ട്, അത്ര ഇതിൻ്റെ പ്രൗഢി തന്നെ വിളിച്ചോന്നുണ്ട് കാണുന്നു. ഈ ചടങ്ങിലെത്തിയ എല്ലാവർക്കും ആശംസ അർപ്പിക്കുന്നവർക്കും എല്ലാ ഭാഗങ്ങളും നേർന്നുകൊണ്ട് എത്തുന്നു. എന്നെ ക്ഷണിക്കുമ്പോൾ തന്നെ സന്തോഷം. മോഹനൻ മൂലക്കോത്ത്. ഒരുപക്ഷെ പല തലവാട്ടുകാരുടെ പിറകിലും ആ പേരുണ്ടാവില്ല. പക്ഷെ എൻ്റെ പേരിൽ ബോധപൂർവം ഞാൻ ഉണ്ടാക്കിയതാണ് മോഹനൻ മൂലക്കോത്ത്. മോഹൻ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഞാനത് എൻ്റെ എവിടെയും കൊടുക്കൽ മോഹൻ മൂലക്കോത്ത് എന്നാണ്. അതിനൊരു കാരണം എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഞാൻ വളർന്നു വന്ന പശ്ചാത്തലവും ഈ തറവാടുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് വളർന്നവരാണ് ഞങ്ങളെല്ലാവരും. ഒരുപക്ഷെ ഈ തറവാടിന് മുമ്പേ തന്നെ എല്ലാവരെയും സ്വീകരിക്കാനുള്ളൊരു വലിയ മനസ്സുണ്ടെന്നുള്ളത് ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങൾ അനുഭവിച്ചതാണ്. ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് വിലക്കുകളില്ലായിരുന്നു. ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടവരായ കോട്ടച്ചൻ എന്നുവെച്ചാൽ നമ്മുടെ ചന്ദ്രൻ്റെ ഒക്കെ അച്ഛൻ സ്വന്തം മക്കളെ പോലെ ഇവിടെ വളർത്തിയതാണ് ഞങ്ങളെ. പിന്നെ വലിയുട്ടിഞ്ഞാട്ടൻ, കോട്ടേട്ടൻ, ചെറിയുട്ടിഞ്ഞാട്ടൻ എന്ന് വേണ്ട എല്ലാവരും ഒരു കുടുംബത്തെ പോലെ ജീവിച്ച ഒരു വലിയ തറവാടാണ്. ഒരുപക്ഷെ എനിക്ക് എൻ്റെ തറവാട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് പോലും ഞാൻ പോലില്ല. അവിടെ ചീത്തോളും. വൈക്ക് തറവാട്ടിലെ ചില ആളുകൾ വീട്ടിലേക്ക് പിരിവിനെല്ലാം വന്നാൽ നിനക്ക് അങ്ങോട്ടൊന്നും കാണണ്ടല്ലോ, നീ ആടെ വരണ്ടല്ലോ, പിരിവ് തരണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ചീത്ത ഉള്ളൂ. MP, MLA, അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ, അതുപോലെ മുൻ വൈസ് പ്രസിഡന്റുമാരായ ശ്രീ കുഞ്ഞികൃഷ്ണൻ, ശ്രീ പ്രഭാകരൻ, തറവാടിൻ്റെ കോയ്മ,
അതുപോലെ നമ്മുടെ സ്ഥാനികരായ 2 പേരുണ്ട്, അവർ പിന്നെ ശ്രീ സുധാകരൻ, ഇവരെയാണ് രക്ഷാധി. അതുപോലെ സമീപ പ്രദേശങ്ങളിൽ അടുത്തുള്ള ചിറുമക്കാവ്, പെരിയാങ്കോട്ട്, കിഴക്കങ്കരയും അടോട്ടുമായിട്ട് നമുക്ക് നമ്മുടെ തറവാട്ടങ്ങളുമായിട്ട് ബന്ധമുണ്ട്. സ്ഥാനികർ അവിടെയാണ്. അഴകുളം, അതുപോലെ ചെറുവൈ, ഈ തൊട്ടടുത്തുള്ള പട്ടിളവളപ്പ്, കാലിച്ചാമരം ദേവസ്ഥാനം, ഗുളികൻ, അതുപോലെ തൊട്ടടുത്തുള്ള വയനാട്ടുവലം. ഇത്രയാണ് എഴുതിയത്. ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ട്, തൊട്ടടുത്ത തറവാടുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂട്ടിച്ചേർക്കാവുന്ന. ഇത് നമ്മുടെ അന്ന് തറവാട് കമ്മിറ്റി ഇരുന്ന് ചെയ്തതാണ്. ചുള്ളിക്കാൽ ശ്രീ ശ്രീനിവാസൻ പ്രസിഡന്റ്, ശ്രീ പെരിയാങ്കോട്ട് കഴകം ആണ്. എൻ്റെ വർക്കിംഗ് ചെയർമാൻ ഈ തറവാടിൻ്റെ പ്രസിഡന്റ് ശ്രീ VK ഭാസ്കരൻ, അത് ഞാൻ പറയണത്. വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ളത് ഒന്ന് നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ പ്രസിഡന്റ് കൂടിയായ ശ്രീ പ്രദീപൻ കിഴക്കങ്കര. ജനറൽ കൺവീനർ തറവാടിൻ്റെ സെക്രട്ടറി CH കുഞ്ഞിരാമൻ കിഴക്കങ്കര. ജോയിൻറ്റ് കൺവീനർ പുനരുദ്ധാരണ കമ്മിറ്റി സെക്രട്ടറി ശ്രീ VK ജനാർദ്ദനൻ മാവുങ്കാൽ. ട്രഷറർ ശ്രീ കുമാരൻ ഐശ്വര്യ. ചിരപുരാതനവും പ്രൗഢിയുമുള്ള മൂലക്കോത്ത് തറവാടിൻ്റെ നവീകരണ ബ്രഹ്മകലശ മഹോത്സവവും കളിയാട്ട മഹോത്സവത്തിൻ്റെയും ആഘോഷ കമ്മിറ്റി രൂപീകരണമാണ് ഇവിടെ നടക്കുന്നത്. ഒരു കാലത്ത് അറിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് പ്രൗഢിയുള്ള ഒരു തറവാടായിരുന്നു എന്നാണ് മനസ്സിലാക്കിയത്. നീലേശ്വരം തളി ക്ഷേത്രത്തിലേക്ക് ഇവിടെ നിന്ന് കാൽനടയായി കാഴ്ച കൊണ്ടുപോയ അനുഭവങ്ങളൊക്കെ പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്ര കണ്ട് പ്രസിദ്ധമായ പ്രൗഢിയുള്ള ഒരു തറവാടിൻ്റെ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം വളരെ ഗംഭീരമായി നടത്താമെന്ന് തറവാട് കമ്മിറ്റി സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു കമ്മിറ്റി ഇവിടെ രൂപീകരിക്കുന്നത്. ഏറെ സന്തോഷമുണ്ട്. ഒരുപാട് അംഗങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടക്കം മുതൽ കുറേ കാലം നീണ്ടുപോയി. അതിനിടയിൽ കൊറോണ കാലം വന്നു, പിന്നെ കുറച്ച് നീണ്ടുപോയി. എങ്കിലും വളരെ വേഗം വിഷുവിന് മുമ്പെങ്കിലും നമുക്കിത് നടത്തണമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കളിയാട്ട ഈ ദിവസങ്ങൾ കണ്ടിരിക്കുന്നത് മാർച്ച് 5, 6, 7, 8 തീയതികളിലാണ്. അത് വളരെ ഗംഭീരമായി നടത്താൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയുള്ള ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിക്കാമെന്നുള്ളതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ശ്രീ മടത്തനാട്ട് രാജൻ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നേരത്തെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചതുപോലെ മടിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട തറവാടുകളിൽ ഒന്നാണ് മൂലക്കൊത്ത് തറവാട്. പഴയകാലത്ത് തന്നെ വളരെ അറിയപ്പെടുന്ന ഒരു തറവാടായിരുന്നു മൂലക്കൊത്ത് തറവാട്. ആ തറവാട്ടിൽ അംഗങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ഭാഗമായി ഒരു വീട് പുതുക്കിപ്പണിത് പുതിയ വീട് നിർമ്മിക്കുകയും ഒരു പുതിയ ബ്രഹ്മകലശ പ്രതിഷ്ഠാ മഹോത്സവം നടത്തുന്നതിന് വേണ്ടി മാർച്ച് മാസം 5, 6 തീയതികൾ നടത്തുന്നതിന് വേണ്ടിയുള്ള വിജയകരമായ നടത്തിപ്പിന് വേണ്ടിയുള്ള സംഘാടന സമിതി രൂപീകരണ യോഗമാണ് ഇന്നിവിടെ ചേരുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഒരു തറവാട് എന്ന് വരുമ്പോൾ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി എല്ലാവരെയും ഒത്തുചേർന്നുകൊണ്ട് വിളിച്ചു ചേർക്കാൻ ഇവിടുത്തെ കമ്മിറ്റി തീരുമാനിച്ചതിനെ ആദ്യമായി അവരെ അഭിനന്ദിക്കുകയാണ്. നമ്മൾ സാധാരണ മറ്റ് ക്ഷേത്രങ്ങളിലും കാര്യങ്ങൾ നടക്കുമ്പോഴേ അത്തരത്തിലുള്ളൊരു ആഘോഷ കമ്മിറ്റി രൂപീകരണം വലിയ രീതിയിൽ നടത്താറുള്ളൂ. എങ്കിൽ പോലും ഒരു തറവാട് തന്നെ നടത്തുമ്പോൾ ജനങ്ങളുടെ നാടിൻ്റെ കൂട്ടായ ഒരു സഹകരണം വേണമെന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ആലോചന നടത്തിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തറവാടിലെ ഉത്സവം ഇവിടെ ഒരുപാട് തെയ്യങ്ങളുണ്ട്. ഭഗവതിയും അതുപോലെ തന്നെ വിഷ്ണുമൂർത്തി, ചാമണ്ടി, പൊട്ടൻ, ഭൈരവരുടെ പോലെ ഒരുപാട് തെയ്യങ്ങളും കെട്ടിക്കാണണമെന്നാണ് ആഗ്രഹം കൂടി തറവാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നീങ്ങിയത്. ഒരുപാട് തറവാട് നമ്മുടെ മടിക്കൈ പഞ്ചായത്തിനകത്തുണ്ട്. അതിൽ ഏറ്റവും മടിക്കൈ പ്രധാനപ്പെട്ട ഒരു തറവാടാണ് ചെറുവൈ തറവാട്.
ആ ചെറുവഴി തറവാടും മടിക്കയിലെ സംബന്ധിച്ചിടത്തോളം നാലുകെട്ടും കുഴിമുറ്റത്തോടുകൂടി ബ്രാഹ്മണർക്ക് ഉൾപ്പെടെ വന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമുള്ള ഒരു ചരിത്രത്തിൽ അങ്ങനെ ഒരു ഇടം പിടിച്ച ഒരു തറവാടാണ് ചെറുവഴി തറവാട്. ഇത്തരം തറവാട് കൊണ്ട് ഇത് നടത്തുമ്പോൾ ഉദ്ദേശിക്കുന്നത് തന്നെ എല്ലാവരെയും കൂട്ടമായി കുടുംബാംഗങ്ങൾ മുഴുവൻ ഒത്തുചേരുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് ഉത്സവത്തിൻ്റെ ഭാഗമായി നമ്മൾ മുന്നിൽ കാണേണ്ടത്. അത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടത്. പല ആളുകളും തറവാടിൻ്റെ അംഗങ്ങളായി ഉള്ളവർ പല ഭാഗങ്ങളും ഈ ജില്ലക്കകത്തും ജില്ലക്ക് പുറത്തും പല ആളുകളും പല സ്ഥലങ്ങളിലും ഉണ്ടാവും. പക്ഷെ പരസ്പരം കുടുംബാംഗങ്ങൾ തമ്മിൽ അറിയാത്ത ഒരു സ്ഥിതി ഉണ്ടാവാറുണ്ട്. ആ സ്ഥിതി മാറിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഉത്സവങ്ങളും കാര്യങ്ങളും മറ്റും നടക്കുമ്പോഴാണ് ഇങ്ങനെ പരസ്പരം ബന്ധമുള്ള ഞാൻ എൻ്റെ ബന്ധുക്കളാണ് എന്ന രീതിയിലേക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് തന്നെ ഉത്സവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൂട്ടായ്മയാണ്, നാടിൻ്റെ കൂട്ടായ്മയാണ്. അതിൽ ജാതി മത വ്യത്യാസമില്ല മറ്റു ആളുകളൊക്കെ തന്നെ സഹകരണം ആവശ്യപ്പെടുന്നതും വളരെ പ്രധാനപ്പെട്ടാണ്. എല്ലാവരും നമുക്ക് വേണം, എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് വേണ്ടതുണ്ട്. ഒരു ഉത്സവം നടത്തുമ്പോൾ ഇപ്പോൾ മൂലക്കൊത്ത് തറവാട് എന്ന് പറയുമ്പോൾ എട്ടില്ലത്തിൻ്റെ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇല്ലം എന്ന് പറയുന്നത് നെല്ലിക്ക തറവാട് എന്നാണ്, നെല്ലിക്കത്തിയർ തറവാട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനും അർത്ഥങ്ങൾ ഒരുപാട്. ഇപ്പോൾ തൊട്ടടുത്ത് തലയത്ത് തറവാടുണ്ട്, അവിടെയും നെല്ലിക്ക തീർ കടകം എന്ന രീതിയിൽ തന്നെയാണ് എല്ലാ തറവാട് തന്നെ. ആ തറവാട്ടിലെ അംഗങ്ങൾ തന്നെ പ്രധാനമായിട്ടും ചില പേരുകൾ വിളിക്കുമ്പോൾ തന്നെ തെയ്യങ്ങൾ വിളിക്കുന്ന വിളിയിൽ തന്നെ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ നെല്ലിക്കാത്തീയറെ ഇവിടെ നെല്ലിക്കാത്തീയൻ എന്ന് തെയ്യം ഉരിയാടുന്നുണ്ടെങ്കിൽ പോലും അവരെ തലക്കാട്ടുകൂറൻ എന്ന രീതിയിലാണ് പറയുന്നത്. ഇപ്പോൾ മടിക്കി തറവാട് ചെറുവഴി തറവാടാണെങ്കിൽ മടിക്കി തീയൻ എന്ന രീതിയിലാണ് തെയ്യം വാമൊഴി നൽകുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ അത്തരം വ്യത്യാസങ്ങൾ, ആ വ്യത്യാസങ്ങൾ തന്നെ പഴയ കാലങ്ങൾ ബ്രാഹ്മണരിൽ നിന്ന് വന്ന് അവരുടെ കൈകളിൽ നിന്നും തിരിച്ചു വാങ്ങി കിട്ടുന്ന അവസ്ഥയിലേക്കാണ് ഒരുപാട് തറവാടുകളൊക്കെ തന്നെ ഇങ്ങനെ വന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ തൊട്ടടുത്ത് ഇതിൻ്റെ തെക്ക് ഭാഗത്തായി നമുക്ക് കാണാം വയനാട്ടുകുലവൻ ദൈവകെട്ട് സ്ഥലം നടക്കുന്ന ഒരു സ്ഥലമാണ് ചുള്ളിക്കാൽ തറവാട്. മെഡിക്കൽ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട തറവാട്. അതിനപ്പുറമാണ് ഓർക്കോൽ വയനാട്ടുകുലവൻ ദൈവകെട്ട് നടക്കേണ്ട ഒരു തറവാട്. ആ തറവാടിൽ ഇപ്പോൾ അതിൻ്റെ ഉത്സവം നടത്തുന്നതിന് വേണ്ടിയുള്ള പരിപാടികളൊക്കെ തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ തറവാട്ട് പ്രസിഡന്റ് ശ്രീ ഭാസ്കരനെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൽ ഇപ്പോൾ ഞാൻ